ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലിപ്പേഴ്സ് ആൻഡ് ക്ലാമ്പേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ക്ലിപ്പറുകൾ എന്താണ്, ക്ലാമ്പറുകൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ ഒരു സൈൻ വേവ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ അത് ഇൻപുട്ടായിട്ട് ഒരു സർക്യൂട്ടിൽ കൊടുത്തു. ഓക്കെ, ഇൻപുട്ടായിട്ടൊരു സർക്യൂട്ടിൽ കൊടുത്തിട്ട് എനിക്ക് ഔട്ട്പുട്ട് അതേ സൈൻ വേവ് തന്നെ, അതേ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസി ഉള്ള സൈൻ വേവ് തന്നെ വന്നു എന്ന് വിചാരിക്കുക. എൻ്റെ ഇൻപുട്ട് വേവ് ഫോം ഇതാണ്, ഔട്ട്പുട്ട് വേവ് ഫോം ഇതാണ് എങ്കിൽ എൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോം IO അല്ലെങ്കിൽ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന എന്തായിരിക്കും എന്നറിയോ? ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ വി ഇന്നും വൈ ആക്സിസിൽ വി ഔട്ടും വരുന്നതിനെയാണ് ട്രാൻസ്ഫർ ക്യാര എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയേ, ഇവിടെ 0 ആയപ്പോൾ ഔട്ട്പുട്ട് 0 തന്നെയാണ്, ഇവിടെ 0 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ഈക്വൽ ടു ഔട്ട്പുട്ട് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമുക്ക് വരാൻ പോകുന്നത് ഒരു പോസിറ്റീവ് സ്ലോപ്പ് ഉള്ള 0യിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനാണ് നമുക്ക് വരിക. ഓക്കെ, ട്രാൻസ്ഫർ ക്യാര എന്ത് വരും? വി ഇൻ വേഴ്സസ് വി ഔട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു ലൈനാണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങാനും നമുക്ക്, അപ്പോൾ ഇതാണ് ഇൻപുട്ട് വേഴ്സസ് ഔട്ട്പുട്ട് എങ്കിൽ ഇങ്ങനെയാണ് കിട്ടുക കേട്ടോ. ഇൻപുട്ട് ഈക്വൽ ടു ഔട്ട്പുട്ട് ആണെങ്കിൽ ഇങ്ങനെയാണ് കിട്ടുക. ഇൻപുട്ട് ഈക്വൽ ടു ഔട്ട്പുട്ട് ആണെങ്കിൽ ഇങ്ങനെ കിട്ടി. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഔട്ട്പുട്ടിൽ പോസിറ്റീവ് സൈക്കിളേ നമുക്ക് വേണ്ട, നെഗറ്റീവ് സൈക്കിൾ മാത്രം മതി എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇതിനെ എന്ത് വിളിക്കും? പോസിറ്റീവ് ഭാഗം കളഞ്ഞു. അപ്പം ഇതെന്താണ്? ഒരു പോസിറ്റീവ് ക്ലിപ്പറാണ്. പോസിറ്റീവ് ക്ലിപ്പറിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഭാഗം കളഞ്ഞു എന്ന് പറയുമ്പോൾ അതിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ വരുന്നറിയോ? വി ഇൻ വേഴ്സസ് വി ഔട്ട് എങ്ങനെ വരുന്നറിയോ? നോക്കിയേ, പോസിറ്റീവിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഇതാണ് പോസിറ്റീവിൻ്റെ ഭാഗം കേട്ടോ. ഇതാണ് പോസിറ്റീവിൻ്റെ ഭാഗം, ഇതാണ് നെഗറ്റീവിൻ്റെ ഭാഗം, ഇതാണ് നെഗറ്റീവിൻ്റെ ഭാഗം. അപ്പോൾ പോസിറ്റീവിൻ്റെ ഭാഗം കളഞ്ഞു, അതായത് ഇവിടം വരെ. ബാക്കി നെഗറ്റീവിൻ്റെ ഭാഗമൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും, എന്നിട്ട് 0യിൽ എത്തുകയും ചെയ്യും. എന്നിട്ട് പോസിറ്റീവിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പം നമ്മുടെ ക്യാര ഇങ്ങനെയാണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതാണ് പോസിറ്റീവ് ക്ലിപ്പറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഇനി പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് മനസ്സിലായല്ലോ, നിങ്ങൾക്ക് പോസിറ്റീവ് ക്ലിപ്പർ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഫോർ എക്സാമ്പിൾ നെഗറ്റീവ് ക്ലിപ്പർ ആണ് നമുക്ക് വേണ്ടത് എങ്കിൽ, അതായത് നെഗറ്റീവ് ഭാഗമാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ, അതായത് പോസിറ്റീവ് ഭാഗം മാത്രം വരും, നെഗറ്റീവ് ഭാഗം ഒന്നും വരില്ല. ഓക്കെ, അപ്പം ഇതാണ് എന്ത്? നെഗറ്റീവ് ക്ലിപ്പർ. നെഗറ്റീവ് ക്ലിപ്പറിൻ്റെ ട്രാൻസ്ഫർ ക്യാര എങ്ങനെ വരും? നെഗറ്റീവ് ക്ലിപ്പറിൻ്റെ ട്രാൻസ്ഫർ ക്യാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഭാഗം അതേപോലെ തന്നെ ഉണ്ടാവും. കണ്ടോ, പോസിറ്റീവ് ഭാഗം ഇതേപോലെ തന്നെ ഉണ്ടാവും, നെഗറ്റീവ് ഭാഗം ഒന്നും ഉണ്ടാവില്ല, നെഗറ്റീവ് ഭാഗം ക്ലിപ്പ് ചെയ്ത് പോയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ട്രാൻസ്ഫർ ക്യാര വരാൻ പോകുന്നത്. നെഗറ്റീവ് ക്ലിപ്പറിൻ്റെ ട്രാൻസ്ഫർ ക്യാര ഇങ്ങനെയാണ് വരിക. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇനി ഇത് ഏത് സർക്യൂട്ട് ഉപയോഗിച്ചാലാണ് ഇൻപുട്ട് ഒരു സൈൻ വേവ് കൊടുത്തിട്ട് പോസിറ്റീവ് ക്ലിപ്പറും നെഗറ്റീവ് ക്ലിപ്പറൊക്കെ കിട്ടുക എന്ന് നമുക്ക് നോക്കാം. അതിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഡയോഡ് സർക്യൂട്ടുകളാണ്. ഓക്കെ, ഡയോഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള സർക്യൂട്ടാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുക. അപ്പോൾ ഡയോഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഡയോഡ് എന്താണ്? ഡയോഡ് ഒരു നോൺ ലീനിയർ ഡിവൈസ് ആണ്. ഓക്കെ, എന്താണ് ഒരു നോൺ ലീനിയർ ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സ്, വോൾട്ടേജ് കൊടുക്കുമ്പോൾ കറണ്ട് എങ്ങനെയാണ് വരിക? കുറച്ച് നേരം ഒന്നും കണ്ടക്ട് ചെയ്യുകയുമില്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ അതൊരു ലീനിയർ ആയിട്ടുള്ള ക്യാര അല്ല. ഓക്കെ, ലീനിയർ ക്യാര എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? റെസിസ്റ്ററൊക്കെ പോലെ ഇത് ഇങ്ങനെ ഇരിക്കും. വോൾട്ടേജ് വേഴ്സസ് കറണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഇതാണ് വരാൻ പോകുന്നത്. ലീനിയർ ആയിട്ടുള്ള ഒരു ലൈൻ പോലെയുള്ള, സ്ട്രെയിറ്റ് ലൈൻ പോലെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വരിക റെസിസ്റ്ററിനൊക്കെ. പക്ഷേ ഡയോഡിന് ഇങ്ങനെ നോൺ ലീനിയർ ആയിട്ടുള്ള ക്യാരിയാണ് വരിക. അപ്പോൾ നോൺ ലീനിയർ ഡിവൈസ് ആണ് ഡയോഡ്. അതുകൊണ്ട് തന്നെ ഡയോഡൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വേവ് ഷേപ്പിംഗ് സർക്യൂട്ടുകളെ നമ്മൾ വിളിക്കുക നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ടുകൾ എന്നാണ്. അപ്പോൾ പോസിറ്റീവ് ക്ലിപ്പർ എന്താണ്? ക്ലിപ്പേഴ്സ് മൊത്തത്തിൽ എന്താണ്? നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ടാണ്. ഇനി ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലീനിയർ വേവ് ഷേപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ ഒക്കെ ഉപയോഗിക്കുന്നതിനെയാണ്, അത് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള സർക്യൂട്ടുകളെയാണ് നോൺ ലീനിയർ എന്നല്ല, ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടക്കാം. പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? ഒരു ഡയോഡും ഉണ്ട്, റെസിസ്റ്ററും ഉണ്ട്. പോസിറ്റീവായിട്ടുള്ള ക്ലിപ്പർ എന്ന് പറയുമ്പോൾ ഡയോഡിൻ്റെ പോസിറ്റീവ് മുകളിലേക്ക് വെക്കുന്നു, നെഗറ്റീവ് താഴേക്ക് വെക്കുന്നു എന്ന് ഓർക്കുക. വേറെ ഒന്നുമില്ല, ഒരു റെസിസ്റ്റർ ഉണ്ട്, എന്നിട്ട് ഒരു ഡയോഡ്,
പോസിറ്റീവ് മുകളിലേക്ക് ആക്കി വെക്കുക, അത് പോസിറ്റീവ് ക്ലിപ്പർ ആയി. ഇതെങ്ങനെ വർക്ക് ചെയ്യും നോക്കാം. നോക്കൂ, വി ഇന്ന് കൊടുത്തപ്പോൾ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള സൈക്കിളുള്ള ഒരു ഇൻപുട്ട് കൊടുത്തു കേട്ടോ. ഇൻപുട്ട് കൊടുത്തു, പോസിറ്റീവ് സൈഡ് ഇവിടെ വന്നു. പോസിറ്റീവ് സൈഡ് ഇവിടെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? പോസിറ്റീവ് സൈഡ് മൊത്തമായിട്ട് ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നു അല്ലേ? പോസിറ്റീവ് സൈഡ് വരുമ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നു, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നു. ആ സൈക്കിള് മൊത്തമായിട്ട് ഗ്രൗണ്ടിലേക്ക് ബൈപ്പാസ് ചെയ്ത് പോവും. ഓക്കെ, ഇവിടെ ഗ്രൗണ്ടാണ്, അപ്പോൾ ഗ്രൗണ്ടിലേക്ക് പോയി. ഇനി നെഗറ്റീവ് ഭാഗം വരുമ്പോൾ അപ്പോൾ പോസിറ്റീവ് ഭാഗം വരുമ്പോൾ ഒന്നും കിട്ടുന്നില്ല. ആ പോസിറ്റീവ് ഭാഗം ഫുള്ള് ഗ്രൗണ്ട് ചെയ്ത് പോയി. നെഗറ്റീവ് ഭാഗം വരുമ്പോഴോ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല, റിവേഴ്സ് ബയസ് ആണ് അല്ലേ? അപ്പം എന്ത് ചെയ്തു? അതേപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് അത് വരും. കണ്ടോ, നെഗറ്റീവ് ഭാഗം അതേപോലെ ഔട്ട്പുട്ടിലേക്ക് വരുന്നു. ഇങ്ങനെയാണ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടുക. അപ്പോൾ ഇതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോംസ്, ഇതാണ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം, ഇതാണ്. അപ്പോൾ പോസിറ്റീവ് ക്ലിപ്പർ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെഗറ്റീവ് ക്ലിപ്പർ എങ്ങനെയിരിക്കും കാണാൻ? നെഗറ്റീവ് ക്ലിപ്പറിന്റെ ട്രാൻസ്ഫർ ക്യാരയും വേവ് ഫോമും നമ്മൾ കണ്ടു. ഡയഗ്രാം എങ്ങനെയിരിക്കും? ഈ ഡയോഡ് ഒന്ന് തിരിച്ചു വെച്ചാൽ മാത്രം മതി കേട്ടോ. നോക്കിയേ, ഡയോഡ് ഒന്ന് തിരിച്ചു വെച്ച് നോക്കൂതേ, നെഗറ്റീവ് ക്ലിപ്പർ കിട്ടി. അതായത് നമ്മൾ ട്രാൻസ്ഫർ ക്യാര നേരത്തെ കണ്ടു, നെഗറ്റീവ് ഭാഗം ഇല്ലാത്ത സർക്യൂട്ടാണ്. ഇവിടെ ഡയോഡ് ഒന്ന് തിരിച്ചു വെച്ചു, നമുക്ക് എന്ത് ചെയ്തിട്ട് മൈനസ് മുകളിലും പ്ലസ് താഴെയും വെച്ച് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഇൻപുട്ട് വരിക? പോസിറ്റീവ് സൈക്കിൾ വന്നു എന്ന് വിചാരിക്കുക. പോസിറ്റീവ് സൈക്കിൾ വരുമ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ എന്ത് കിട്ടും? അതേപോലെ അങ്ങോട്ട് ഔട്ട്പുട്ട് കിട്ടും. നെഗറ്റീവ് സൈക്കിൾ വന്നു എന്ന് വിചാരിക്കുക. നെഗറ്റീവ് സൈക്കിൾ വരുമ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആ മൊത്തം നെഗറ്റീവ് സൈക്കിൾ താഴേക്ക് ബൈപ്പാസ് ചെയ്ത് പോവും, ഗ്രൗണ്ടിലേക്ക് പോവും, ഒന്നും കിട്ടൂല. ഓക്കെ, ഔട്ട്പുട്ടിൽ ഒന്നും കിട്ടില്ല, ഡയോഡിൻ്റെ അക്രോസ് ഒന്നും കിട്ടില്ല. പിന്നെ പോസിറ്റീവ് സൈക്കിൾ വരുമ്പോൾ അത് വീണ്ടും കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് പോസിറ്റീവ് ക്ലിപ്പറും നെഗറ്റീവ് ക്ലിപ്പറും. ഇനി ഇത് തന്നെ എനിക്കിപ്പോൾ ഈ സർക്യൂട്ടിൽ പോസിറ്റീവ് ക്ലിപ്പറും നെഗറ്റീവ് ക്ലിപ്പറിലും എനിക്ക് ബയാസിങ് കൊടുക്കണം എന്ന് വിചാരിക്കുക. അതായത് പോസിറ്റീവ് ക്ലിപ്പ് ചെയ്യേണ്ടത് തന്നെ ഒരു പ്രത്യേകിച്ച് VB എന്ന് പറയുന്ന വോൾട്ടേജിൽ വെച്ച് ക്ലിപ്പ് ചെയ്താൽ മതി എങ്കിൽ, അതായത് ഇതെന്താണ്? പോസിറ്റീവ് ഭാഗമാണ് ക്ലിപ്പ് ചെയ്ത് പോയിട്ടുള്ളത് കേട്ടോ. ശരിക്കും ഇങ്ങനെ വരണ്ടല്ലേ? അപ്പോൾ ആ ഭാഗമാണ് ക്ലിപ്പ് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് പോസിറ്റീവ് ബയാസ് ആണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് ക്ലിപ്പർ പോസിറ്റീവ് ബയാസിൽ ക്ലിപ്പ് ചെയ്യേണ്ടപ്പോൾ അതായത് ഔട്ട്പുട്ട് എങ്ങനെ വരും? ഇവിടം വരെ VB വരെ ഒക്കെ കൃത്യമായിരുന്നു കണ്ടോ. VB എന്ന് പറയുന്നത് വരെ എല്ലാം കൃത്യമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കി അതിൻ്റെ മുകളിലേക്ക് വരുന്നത് കിട്ടില്ല. ഓക്കെ, അങ്ങനെയാണ് ഔട്ട്പുട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് എങ്ങനെ വരയ്ക്കും? പോസിറ്റീവ് ക്ലിപ്പറാണ്, അപ്പോൾ പോസിറ്റീവ് മുകളിലും നെഗറ്റീവ് താഴെയായിട്ട് വരയ്ക്കണം. പോസിറ്റീവ് ബയാസ് ആണ്, അതുകൊണ്ട് തന്നെ ബാറ്ററിയും പ്ലസും മൈനസും ഇങ്ങനെ തന്നെ വെച്ച് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു ഡയോഡ് എപ്പോഴാണ് ഫോർവേഡ് ബയാസ് ആവുന്നത്? അതായത് ഇവിടെ ഒരു +3 വോൾട്ട് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ 2 വോൾട്ട് ഉണ്ട് എന്നും വിചാരിക്കുക. ഇത് ഫോർവേഡ് ബയസിലാണോ റിവേഴ്സ് ബയസിലാണോ? ഇത് ആക്ച്വലി ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ് വരുന്നത്? ഇവിടെ മോർ പോസിറ്റീവ് ആയിട്ടുള്ള ഭാഗം ഏതാണ്? പോസിറ്റീവ് ഭാഗം അല്ലേ? ഡയോഡിന്റെ പോസിറ്റീവ് ഭാഗം മോർ പോസിറ്റീവ് ആണ്. അതായത് ഇവിടെ ഇത് 3 വോൾട്ട് ആണ്. ഇവിടെ മോർ പോസിറ്റീവ് അല്ല, ലെസ് പോസിറ്റീവ് ആണ്. ഓക്കെ, മോർ പോസിറ്റീവും ലെസ് പോസിറ്റീവും നോക്കുക. മോർ പോസിറ്റീവ് ഏത് ഭാഗത്താണ്? അതാണ് നമ്മൾ കൂടുതലായിട്ട് എടുക്കുക. അപ്പോൾ ഇത് പ്ലസും ഇത് മൈനസും ആയിട്ട് എടുക്കുക. അപ്പോൾ ഡയോഡ് ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ ബയാസ് ചെയ്യുമ്പോൾ അതിനെന്താ വിളിക്കുക? ഫോർവേഡ് ബയസ്ഡ് ആണ് എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, അതേപോലെ ഒരു ഡയോഡിൽ ഇതേപോലെ തന്നെ നമ്മൾ വിചാരിക്കുകയാണ്, ഡയോഡിൽ ഇപ്പോൾ നെഗറ്റീവിൻ്റെ അവിടെ VB ഉണ്ടെങ്കിൽ ഇത് എപ്പോഴാണ് ഫോർവേഡ് ബയാസ്ഡ് ആവുക? ഇവിടെ നെഗറ്റീവിൻ്റെ അവിടെ ഒരു VB ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ നെഗറ്റീവിൻ്റെ അവിടെ ഒരു 2 വോൾട്ട് ഉണ്ടെങ്കിൽ ഈ 2 വോൾട്ടിന് മുകളിൽ എന്ത് വന്നാലും ഇത് ഗ്രേറ്റർ ദാൻ 2 എനി വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ 2 വോൾട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫോർവേഡ് ബയസ് ആയി അല്ലേ? അപ്പോൾ VB ആണെങ്കിൽ എനി വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ VB വന്നു കഴിഞ്ഞാൽ ഇത് ഫോർവേഡ് ബയസ് ആയി. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഒരു റെസിസ്റ്റർ ഉണ്ട്, ഡയോഡ് ഉണ്ട്, ഡയോഡ് ബയാസ് ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ നെഗറ്റീവ് സൈക്കിൾ വരിക കേട്ടോ. ആദ്യം നെഗറ്റീവ് സൈക്കിൾ വരികയെന്ന് വിചാരിക്കുക. നെഗറ്റീവ് സൈക്കിൾ ആദ്യം വന്നു. നെഗറ്റീവ് സൈക്കിൾ ആദ്യം വരുമ്പോൾ എന്താ സംഭവിക്കുക? ഡയോഡ് കണ്ടക്ട് ചെയ്യൂല. അപ്പോൾ നമുക്ക് അതേപോലെ അങ്ങോട്ട് ഔട്ട്പുട്ട് വന്നു. പോസിറ്റീവ് സൈക്കിൾ വരികയാണ്. പോസിറ്റീവ് സൈക്കിളിൽ ഇവിടെ VB ഉണ്ട്, നെഗറ്റീവിൽ എന്തുണ്ട്? നെഗറ്റീവ് VB പൊട്ടൻഷ്യലാണ്. അപ്പോൾ VB പൊട്ടൻഷ്യൽ വരെ അത് കണ്ടക്ട് ചെയ്യില്ല.
ഓക്കെ, വി ബിക്ക് മുകളിൽ ഒരു വോൾട്ടേജ് വന്നാൽ, അതായത് നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ വി ഗ്രേറ്റർ ദാൻ വി ബി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യും. അപ്പം എന്ത് സംഭവിക്കും? അത് മൊത്തമായിട്ട് താഴേക്ക് ഗ്രൗണ്ട് ചെയ്ത് പോകും. വി ബി ഗ്രേറ്റർ ദാൻ വി ബി വരുന്ന പോർഷനിൽ, അതായത് ഈ പോർഷനിൽ മൊത്തമായിട്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അതുവരെയുള്ള വി ബി വരെയെല്ലാം കൃത്യമായിട്ട് കണ്ടക്ട് ചെയ്തുകൊണ്ടാണ് പോന്നിരുന്നത്. അപ്പോൾ പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് പോസിറ്റീവ് ബയാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ സർക്യൂട്ട് ഇതാണ്. സർക്യൂട്ട്, വേവ് ഫോം, ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോം, ട്രാൻസ്ഫർ ക്യാരം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അടുത്തത് പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് നെഗറ്റീവ് ബയാസ്. നെഗറ്റീവ് ബയാസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? പോസിറ്റീവ് ആയിട്ടുള്ള ക്ലിപ്പർ ആണെന്ന് മനസ്സിലായി. എന്തുകൊണ്ടാണ് ശരിക്കും ഇങ്ങനെ വരേണ്ടത്? പോസിറ്റീവ് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എവിടെ വെച്ചിട്ടാണ് ബയസ് ചെയ്തിട്ടുള്ളത്? നെഗറ്റീവിൽ വെച്ചിട്ടാണ് ബയസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സർക്യൂട്ട് എങ്ങനെ വരും? റെസിസ്റ്റർ വരച്ചു, ഡയോഡ് പോസിറ്റീവ് ക്ലിപ്പർ ആയതുകൊണ്ട് തന്നെ പോസിറ്റീവ് മുകളിലേക്ക്, നെഗറ്റീവ് ബയാസ് ആയതുകൊണ്ട് നെഗറ്റീവ് ബയസിങ് മുകളിലേക്ക് വരയ്ക്കണം. ബാറ്ററിയിൽ നെഗറ്റീവ് മുകളിലേക്ക് വരയ്ക്കുക. അത്രേ വ്യത്യാസമുള്ളൂ കേട്ടോ. എന്നിട്ട് ഇവിടെ എങ്ങനെയാണ് ഔട്ട്പുട്ട് വരിക എന്ന് നോക്കൂതേ. ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുത്തു കേട്ടോ, വി ഇൻ എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുത്തു. ഔട്ട്പുട്ട് എങ്ങനെ വരിക നോക്കാം. വി ഇൻ കൊടുക്കുമ്പോൾ സൈൻ വേവ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് വരേണ്ടത്? നെഗറ്റീവില് മൈനസ് വി ബി വരെ എല്ലാം കൃത്യമായിട്ട് പോകണം. അപ്പോൾ മൈനസ് വി ബി, ഇത് ഇവിടെ ഒരു മൈനസ് വി ബി ഉണ്ടെങ്കിൽ അപ്പൊ അത് കൃത്യമായിട്ട് ഇരിക്കണം എന്ന്. അതായത് ഈ മൈനസ് വി ബി മാത്രമേ കിട്ടുള്ളൂ. മൈനസ് വി ബിയുടെ താഴേക്കുള്ള മോർ നെഗറ്റീവ് ആയിട്ടുള്ള പോർഷൻ മാത്രമേ കിട്ടുള്ളൂ. അതിന്റെ മുകളിലേക്ക് ഒന്നും കിട്ടൂല. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് വരാൻ പോകുന്നത്. ഇങ്ങനെയാണ് ഔട്ട്പുട്ട് വേവ് ഫോം വരിക. ഇൻപുട്ട് വേവ് ഫോം ഇങ്ങനെയുമാണ് വരിക. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നോക്കാം, നെഗറ്റീവ് ക്ലിപ്പർ വിത്ത് നെഗറ്റീവ് ബയാസ്. മനസ്സിലായല്ലോ, ഇത് നെഗറ്റീവ് ആയിട്ടുള്ള ക്ലിപ്പറാണ്, നെഗറ്റീവ് ഭാഗമാണ് ക്ലിപ്പ് ചെയ്ത് പോയിട്ടുള്ളത്. ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ള ബയാസുമാണ് വന്നിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ തരിക, എന്നിട്ട് സർക്യൂട്ട് വരയ്ക്കാൻ പറയും. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ തരിക, എന്നിട്ട് സർക്യൂട്ട് വരയ്ക്കാൻ പറയും. അപ്പം നിങ്ങൾ ഇതിന്റെ പേര് കണ്ടുപിടിക്കുക. നെഗറ്റീവ് ക്ലിപ്പർ വിത്ത് നെഗറ്റീവ് ബയാസ് എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ പേര് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വരയ്ക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. നെഗറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് മുകളിലും താഴെ പോസിറ്റീവ് ഉള്ള ഒരു ഡയോഡ് വരച്ചു വെക്കുക. എന്നിട്ട് നെഗറ്റീവ് ബയാസ് എന്ന് പറഞ്ഞാൽ മുകളിൽ നെഗറ്റീവ്, ബാറ്ററിയുടെ നെഗറ്റീവ് മുകളിൽ വരണം. അത്രേ ഉള്ളൂ. ഓക്കെ, അതെപ്പോഴും ശ്രദ്ധിക്കുക. നെഗറ്റീവ് ക്ലിപ്പർ വിത്ത് നെഗറ്റീവ് ബയാസ് ഇങ്ങനെ വരച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോം തന്നിട്ട്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് വേവ് ഫോം മാത്രം തന്നിട്ട് ഇൻപുട്ട് ഒരു സൈനാണ്, അപ്പോൾ ഔട്ട്പുട്ട് എങ്ങനെ വരും എന്നൊക്കെ ആയിരിക്കാം ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയണം കേട്ടോ. അപ്പോൾ നെഗറ്റീവ് ക്ലിപ്പർ വിത്ത് നെഗറ്റീവ് ബയസ് കഴിഞ്ഞു. നെഗറ്റീവ് ക്ലിപ്പർ വിത്ത് പോസിറ്റീവ് ബയസ് നോക്കി നോക്കൂ. നെഗറ്റീവ് ക്ലിപ്പർ പോസിറ്റീവ് ബയസ് ആണെങ്കിൽ നെഗറ്റീവ് ക്ലിപ്പറും വരച്ചു, പോസിറ്റീവ് ആയിട്ടുള്ള ബയാസും വരച്ചു. അപ്പോൾ ഇതാണ് നെഗറ്റീവ് ക്ലിപ്പർ, പോസിറ്റീവ് ബയാസ്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പോസിറ്റീവ് ബയാസ്. ഓക്കെ, ഇങ്ങനെയാണ് വരിക. ഇനി രണ്ട് ക്ലിപ്പറും കൂടി ഉണ്ട്. ഇപ്പോൾ കോമ്പിനേഷൻ ക്ലിപ്പർ ആണെങ്കിലോ മുകളിലും താഴെയും ക്ലിപ്പ് ചെയ്ത് കളയണം. അതായത് ഇത് മുകളിലേക്ക് എന്ത് ക്ലിപ്പിംഗാണ് വന്നിട്ടുള്ളത്? പോസിറ്റീവ് ആയിട്ടുള്ള ക്ലിപ്പിംഗ്. പോസിറ്റീവ് ഭാഗം പോയി എവിടെ വെച്ചിട്ട്? പോസിറ്റീവ് ബയസിൽ വെച്ചിട്ട്. അപ്പോൾ പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് പോസിറ്റീവ് ബയസ്, ഇത് ഇതാണ് പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് പോസിറ്റീവ് ക്ലിപ്പർ, പോസിറ്റീവ് ബയസ്. ഓക്കെ, പിന്നെ താഴെ എന്താണ്? നെഗറ്റീവ് ക്ലിപ്പർ വിത്ത് നെഗറ്റീവ് ബയാസ്. അപ്പോൾ ഇത് നെഗറ്റീവ് ക്ലിപ്പർ വിത്ത് നെഗറ്റീവ് ബയാസ്. ഓക്കെ, അങ്ങനെ വരച്ചു വയ്ക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതായിരിക്കും ട്രാൻസ്ഫർ കാര്യമായിരിക്കും തരിക, ചിലപ്പോൾ ഈ വേവ് ഫോം തരും. എന്നിട്ട് വരയ്ക്കാൻ പറയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വരയ്ക്കുക. പോസിറ്റീവ് ക്ലിപ്പറിൻ്റെ പോസിറ്റീവ് ബയാസിലുള്ള മുകളിലേക്കുള്ളത് താഴെ. അപ്പോൾ വി ബി വൺ തന്നെ എഴുതണം. വി ബി വൺ തന്നെ എഴുതണം. വി ബി ടു എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ക്ലിപ്പറിൻ്റെ നെഗറ്റീവ് ബയാസ് ആണ്. അത് വി ബി ടു എന്ന് തന്നെ എഴുതണം. ഓക്കെ, അപ്പോൾ രണ്ട് ആമുകൾ വരയ്ക്കണം. D1ൻ്റെയും D2ൻ്റെ രണ്ട് ഡയോഡിൻ്റെ രണ്ട് ആംസ് വരയ്ക്കണം. ഇങ്ങനെയാണ് കോമ്പിനേഷൻ ക്ലിപ്പർ വരിക. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യം മുതൽ വൃത്തിയായിട്ട് കാണുക, ഒന്ന് വരച്ച് പഠിക്കുക. സർക്യൂട്ട് വരയ്ക്കാൻ അറിയണം. ഇതിനെക്കുറിച്ച് കുറച്ച് എക്സ്പ്ലനേഷൻ എഴുതാൻ അറിയണം. വേവ് ഫോംസും ട്രാൻസ്ഫർ ക്യാരിയും വരയ്ക്കാൻ അറിയണം. ഓക്കെ, ഇനി അടുത്തത് ക്ലാമ്പറിലേക്ക് കടക്കാം. എന്താണ് ഒരു ക്ലാമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ, ക്ലാമ്പറും ഒരു നോൺ ലീനിയർ ഡിവൈസ് ആണ് കേട്ടോ. നോൺ ലീനിയർ സർക്യൂട്ടാണ്. ഡയോഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഒരു നോൺ ലീനിയർ സർക്യൂട്ടാണ്. ഇവിടെ റെസിസ്റ്റർ അല്ല, കപ്പാസിറ്റർ ആണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഒരു സാധാരണ ഇൻപുട്ട് വേവ് ഫോം ഉണ്ട് കേട്ടോ. സാധാരണ ഇൻപുട്ട് വേവ് ഫോമിൻ്റെ ഇൻപുട്ട് പോലെ തന്നെയാണ് ഔട്ട്പുട്ട് വരുന്നതെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ഇങ്ങനെയല്ലേ നമ്മുടെ വേവ് ഫോം വരേണ്ടത്? ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് വരേണ്ടത് ഇങ്ങനെയല്ലേ? എന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നമുക്ക് ഈ വേവ് ഫോമിനെ മൊത്തമായിട്ട് മുകളിലേക്ക് നീക്കണം. അപ്പം നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് DC റീസ്റ്റോറർ സർക്യൂട്ട് എന്ന് വിളിക്കാം ഇതിനെ. ഓക്കെ, അപ്പോൾ DC ആഡ് ചെയ്യാണ് നമ്മളിവിടെ. ഓക്കെ, ഒരു DC പ്ലസ് ചെയ്യാണ് നമ്മളിവിടെ. എങ്ങനെയാണ് DC പ്ലസ് ചെയ്ത് നോക്കാം. നോക്കിയേ, ഇവിടെ 0 വേണ്ട സാധനം ശരിക്കും നമ്മൾ ഔട്ട്പുട്ട് വന്നപ്പോൾ എന്ത് വന്നു? VM മാറി.
ഓക്കെ, ഇവിടെ ശരിക്കും എന്തായിരുന്നു, മാക്സിമം വോൾട്ടേജ് വി എം ആണ്. ഓക്കെ, അപ്പൊ ഇത് വി എമ്മിലായിരുന്നു. അപ്പോൾ മാക്സിമത്തിൽ വി എമ്മിൽ ഉണ്ടായിരുന്ന സാധനം 2 വി എമ്മിലേക്ക് മാറി. അതേപോലെ ഇവിടെ വി എം മൈനസ് വി എമ്മിൽ ഉണ്ടായിരുന്ന സാധനം ആ പോയിന്റ് എന്തിലേക്ക് മാറി, ഇവിടെ വന്നപ്പോൾ 0യിലേക്ക് മാറി. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിന് മാറ്റം സംഭവിച്ചിട്ടുള്ളത്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട്, ആദ്യം ഉണ്ടായിരുന്ന ഇൻപുട്ട് എന്താണോ വിന് പ്ലസ് വി എം ആയി മാറുകയാണ് ചെയ്തത്. വി എം എന്ന് പറയുന്നത് ഡി സി വോൾട്ടേജ് ആണ്. അപ്പോൾ ഒരു ഡി സി വോൾട്ടേജ് ആഡ് ചെയ്തതുപോലെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ എങ്ങനെയാന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ക്ലാമ്പിംഗ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. പോസിറ്റീവ് ഭാഗത്തേക്കാണ് ഫുള്ള് പോയിട്ടുള്ളത്. അതായത് വേവ് ഫോം മൊത്തം പോസിറ്റീവിലേക്കാണ് പോയിട്ടുള്ളത്. 0ന്റെ താഴെ ഒന്നും വരുന്നില്ല അല്ലേ, ഒറ്റ വോൾട്ടേജ് ഇല്ല. 0 ടു മൈനസ് വി എം എന്ന് പറയുന്നത് ഫുള്ള് മുകളിലേക്ക് പോയി. ഇപ്പൊ ഫുള്ള് 0ന്റെ മുകളിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാ വരുന്നത് നോക്കിയേ. കപ്പാസിറ്റർ ഇവിടെ എങ്ങനെയാ വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡയോഡ് നെഗറ്റീവ് ഇങ്ങനെയല്ലേ വെച്ചിട്ടുള്ളത് ഡയോഡ്. അപ്പോൾ പോസിറ്റീവ് ക്ലാമ്പറിന് ഓർക്കുക, ക്ലിപ്പറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പോസിറ്റീവ് ക്ലാമ്പർ എന്ന് പറയുമ്പോൾ. ഡയോഡിന്റെ നെഗറ്റീവ് മുകളിലും പോസിറ്റീവ് താഴെയാണെന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ പോസിറ്റീവ് ക്ലാമ്പറിൽ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഡയോഡിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കണം കേട്ടോ. ഇൻപുട്ട് കൊടുത്തു, ആദ്യം നമ്മൾ പോസിറ്റീവ് സൈക്കിൾ കൊടുത്തു എന്ന് വിചാരിക്കുക. പോസിറ്റീവ് സൈക്കിൾ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? പോസിറ്റീവ് സൈക്കിൾ കൊടുക്കുമ്പോൾ അവിടെ കണ്ടക്ട് ചെയ്യില്ല, ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ പോസിറ്റീവ് സൈക്കിൾ കൊടുത്തു, ഡയോഡ് കണ്ടക്ട് ചെയ്തില്ല. നെഗറ്റീവ് സൈക്കിൾ കൊടുത്തു, നെഗറ്റീവ് സൈക്കിൾ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ഡയോഡ് കണ്ടക്ട് ചെയ്യാണ്. ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്താണ് ഇവിടെ, കപ്പാസിറ്റർ വഴിയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ. കപ്പാസിറ്റർ വഴി കണ്ടക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുക? നെഗറ്റീവ് സൈക്കിളിൽ ഈ കപ്പാസിറ്ററിന്റെ അവിടെ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും ആയിട്ട് കപ്പാസിറ്റർ ചാർജ് ചെയ്ത് തുടങ്ങും. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക, കപ്പാസിറ്റർ ചാർജ് ചെയ്ത് തുടങ്ങും. മാക്സിമം എത്ര വോൾട്ട് വരെ ചാർജ് ചെയ്യും? മൈനസ് വി എം വരെ ചാർജ് ചെയ്യും. കാരണം എന്താ, കപ്പാസിറ്റർ ചേഞ്ച് ഇൻ വോൾട്ടേജ് ഒന്നും പെട്ടെന്ന് അബ്രപ്റ്റ് ചേഞ്ച് ഇൻ വോൾട്ടേജ് സമ്മതിക്കില്ല. അതുകൊണ്ട് കപ്പാസിറ്റർ പതുക്കെ ചാർജ് ചെയ്ത് തുടങ്ങും. ഒരു വി എം വരെ അത് ചാർജ് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഈ പോസിറ്റീവ് സൈക്കിൾ വന്നിരിക്കും. അടുത്ത പോസിറ്റീവ് സൈക്കിൾ വരുമ്പോൾ എന്ത് സംഭവിക്കും? പോസിറ്റീവ് സൈക്കിളിൽ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ആ സമയത്ത് പോസിറ്റീവ് സൈക്കിൾ വരുമ്പോൾ നമുക്ക് ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല, ഡയോഡ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം എന്താ സംഭവിക്കുക? ഈ കപ്പാസിറ്ററിന്റെ മൈനസ് വി എം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ വി ഇൻ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ വി എമ്മും കൂടെ ആഡ് ആയിട്ട് വി ഇൻ പ്ലസ് വി എം ആയി മാറും. കാരണം ഇവിടെ പ്ലസ് ആയിട്ടുള്ളതുകൊണ്ട് വി ഇൻ പ്ലസ് വി എം ആയിട്ട് അത് മാറും. ഓക്കെ, അപ്പോൾ വി ഇൻ പ്ലസ് വി എം നമുക്ക് ഫൈനലി കിട്ടും ഇതിൽ. അങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ പോസിറ്റീവ് ക്ലാമ്പറിൽ ആകെ ഒരു കാര്യം മനസ്സിലാക്കുക, സർക്യൂട്ട് പഠിച്ചു വെക്കുക. മുകളിൽ നെഗറ്റീവും താഴെ പ്ലസ്സും ആണെന്ന് പഠിച്ചു വെക്കുക. പിന്നെ ഇത് ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോംസ് പഠിച്ചു വെക്കുക. അതിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സും പഠിച്ചു വെക്കുക. ഇങ്ങനെ ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോം തന്നിട്ട് ഇതെന്ത് സർക്യൂട്ടാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, സർക്യൂട്ട് വരയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് മുമ്പ്. അടുത്തത് നെഗറ്റീവ് ക്ലാമ്പർ. നെഗറ്റീവ് ക്ലാമ്പർ എങ്ങനെയാണ്? ഒന്നുമില്ല, എല്ലാം കൂടെ നെഗറ്റീവിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് എങ്ങനെയാ വരിക? വി ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു വി ഇൻ മൈനസ് വി എം. അതായത് ഇവിടെ മര്യാദയ്ക്ക് ഇങ്ങനെ പോകേണ്ടിയിരുന്ന സാധനം 0യിൽ വന്നിരുന്ന സാധനം മൈനസ് വി എമ്മിലാണ് ഇപ്പോൾ വന്നത് അല്ലേ. അപ്പോൾ 0യിലായിരുന്നത് ഇപ്പോൾ മൈനസ് വി എമ്മിലാണ്. ഇനിയിപ്പോൾ ഇവിടെ ആയിരുന്ന സംഭവം ഇവിടെ നമുക്ക് എത്രയിലാണ് കിട്ടിയിരുന്നത്? വി എമ്മിൽ ഉണ്ടായിരുന്നത് അത് ഇപ്പോൾ 0യിലാണ്. അപ്പോൾ വി എമ്മിൽ ഉണ്ടായിരുന്നത് എത്രയാണ്? വി എം ആയിരുന്നപ്പോൾ വി എം മൈനസ് വി എം എന്ന് പറയുന്നത് ഇപ്പോൾ 0 ആണ്. അങ്ങനെ ഓരോ പോയിന്റ് വെച്ച് നോക്കിയാലും നമുക്ക് മനസ്സിലാവും മൈനസ് വി എം ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഡയോഡും ഇതേപോലെ തിരിച്ചാണ് വെച്ചിട്ടുള്ളത്. നെഗറ്റീവ് ക്ലാമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് മുകളിലും നെഗറ്റീവ് താഴെയാണ്. ഇവിടെ ഒരു കപ്പാസിറ്റർ ആണ് വെക്കുക എന്നും കൂടെ ഓർക്കുക. ക്ലാമ്പർ എന്താണ്? ഒരു കപ്പാസിറ്റർ വെക്കുക. നെഗറ്റീവ് ക്ലാമ്പർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് മുകളിൽ വരണം. എന്നിട്ട് ഔട്ട്പുട്ടിൽ ഒരു റെസിസ്റ്ററും കൂടെ വെച്ച് കൊടുക്കുക. അതാണ് ലോഡ്, അതിൽ കൂടെയാണ് ഔട്ട്പുട്ട് എടുക്കുക. ഓക്കെ, അതിന് അക്രോസ് ആണ് ഔട്ട്പുട്ട് എടുക്കുക. എന്നിട്ട് ഇൻപുട്ട് വി ഇനും കൊടുക്കുക. ഓക്കെ, ഇവിടെ എന്താണ് സംഭവിക്കുക? വി ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വി ഇൻ മൈനസ് വി എം എന്ന് വരണം. എന്തുകൊണ്ടാണ്? കപ്പാസിറ്റർ അങ്ങനെയാണ് ചാർജ് ആവുക. പോസിറ്റീവ് വരുമ്പോൾ എന്ത് ചെയ്യും? ഡയോഡ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. പ്ലസ് മൈനസ് എന്ന് പറഞ്ഞിട്ട് വി എം വരെ അത് ചാർജ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നെഗറ്റീവ് സൈക്കിൾ വരുമ്പോഴോ ഡയോഡ് കണ്ടക്ട് ചെയ്യൂല. അപ്പോൾ ആ വി ഇൻ ഇവിടെ ഡ്രോപ്പ് ആയി കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്താ സംഭവിക്കുക? വി ഇൻ മൈനസ് വി എം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരും. ആ വി എം എന്ന് പറയുന്ന വോൾട്ടേജ് മൈനസ് ചെയ്ത് വരുന്ന പോലെയാണ് വരിക ഔട്ട്പുട്ട്.
ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെയാണ് കിട്ടുക. അപ്പോൾ എല്ലാം കൂടെ താഴേക്കുള്ള സർക്യൂട്ടാണ് ഔട്ട്പുട്ടായിട്ടാണ് കിട്ടുക നമുക്ക് നെഗറ്റീവ് ക്ലാമ്പർ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് നല്ലോണം ഇരുന്ന് പഠിക്കുക. ഓക്കെ, താങ്ക് യു.